ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. PM ധൻ ധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള നിർണായക ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 10 ലക്ഷം പേർക്ക് സൌജന്യമായി നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യ അമേരിക്ക ഇടക്കാല വ്യാപാര കരാറിനുള്ള ചർച്ച ശരിയായ പാതയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് 4 വിക്കറ്റിന്റെ ഉജ്ജ്വല ജയം. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഈ വർഷത്തെ സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തവണ 4 വിഭാഗങ്ങളിലായി 78 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്യുന്നത്. 45 ദിവസത്തിനിടെ രാജ്യത്തുടനീളമുള്ള ഓരോ വാർഡിലും 3000-ലധികം സമഗ്ര പരിശോധനകൾ നടത്തിയാണ് മികച്ച നഗരങ്ങളെ തെരഞ്ഞെടുത്തതെന്ന് ഭവന നഗരകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്നലെ അംഗീകാരം നൽകി. 6 വർഷത്തേക്ക് 100 ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും സ്വീകരിക്കുന്നത് വർദ്ധിപ്പിക്കുക, പഞ്ചായത്ത്, ബ്ലോക്ക് തലങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം വർദ്ധിപ്പിക്കുക, ജലസേചന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ദീർഘകാല, ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത സുഗമമാക്കുക എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിസഭാ തീരുമാനങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു നിർണായക ചുവടുവയ്പ്പാണ് PM ധൻ ധാന്യ കൃഷി യോജന എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NLCIL-ന് നിക്ഷേപ ഇളവ് നൽകാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. നവരത്ന കേന്ദ്ര പൊതുമേഖലാ സംരംഭങ്ങൾക്ക് ബാധകമായ നിലവിലുള്ള നിക്ഷേപ മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് NLC ഇന്ത്യ ലിമിറ്റഡിന് പ്രത്യേക ഇളവ് നൽകാനാണ് തീരുമാനം. ഇതിലൂടെ കമ്പനിക്ക് ഉപസ്ഥാപനമായ NLC ഇന്ത്യ റിന്യൂവബിൾ ലിമിറ്റഡിന് 7000 കോടി രൂപ നിക്ഷേപിക്കാൻ അവസരം ലഭിക്കും. 11 വർഷത്തിനിടെ രാജ്യത്തിന്റെ വാർഷിക ഭക്ഷ്യധാന്യ ഉൽപാദനം 8.1 ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ 97ാമത് ICAR സ്ഥാപക ദിനാചരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ 40%-ലധികം വർധനവാണുണ്ടായതെന്നും പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് അംഗീകാരം നൽകിയ മന്ത്രിസഭാ തീരുമാനത്തെ പ്രശംസിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു. प्रधानमंत्री धन धान्य कृषि योजना को कैबिनेट ने मंजूरी दी है. कृषि क्रांति पिछले 11 सालों में हुई है और हमारा उत्पादन खाद्यान्न के 40% से ज्यादा बढ़ा है. न केवल खाद्यान्न का, फलों का, सब्जियों का, दूध का उत्पादन ऐतिहासिक रूप से बढ़ा है. ജയ്പൂരിൽ നടക്കുന്ന സഹകാരിത ഏവം റോസ്ഗാർ ഉത്സവിൽ പങ്കെടുക്കാനായി കേന്ദ്രമന്ത്രി അമിത് ഷാ ഇന്ന് രാജസ്ഥാനിലെത്തും. വിവിധ സർക്കാർ ജോലികളിലായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8000 ഉദ്യോഗാർത്ഥികൾക്ക് അദ്ദേഹം നിയമന കത്ത് കൈമാറും. സഹകരണ മേഖലയിലെ വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ 10 ലക്ഷം പേർക്ക് സൌജന്യമായി നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഗ്രാമതല സംരംഭകർക്ക് ഇതിൽ മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയുടെ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. आप सबको फ्री में AI की ट्रेनिंग दी जाएगी. AI मिशन है अपना बहुत अच्छा. उस AI मिशन के तहत हम लोगों ने टारगेट लिया है कि करीब 10 लाख लोगों को AI स्किल्स में तैयार करेंगे. तो आप सब उसमें 5.5 लाख VLEs अपने हैं. आप सबको सबसे पहले उसमें प्रेफरेंस दी जाएगी.
ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇടക്കാല വ്യാപാരത്തിനായുള്ള ചർച്ചകൾ ഉടൻ പൂർത്തിയാകുമെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ശരിയായ പാതയിലാണെന്നും യു.എസും ഇന്തോനേഷ്യയും തമ്മിലുള്ള വ്യാപാര കരാറിനനുസൃതമായി അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം നൽകാൻ നിർദ്ദിഷ്ട കരാർ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യു.എസിന് ഇന്തോനേഷ്യയിലേക്ക് പൂർണ്ണ പ്രവേശനമുണ്ടെന്നും ഇന്ത്യ അടിസ്ഥാനപരമായി അതേ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും യു.എസ്. പ്രസിഡന്റ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ജൻ ശിക്ഷൻ സംസ്ഥാന്റെ ഗുണഭോക്തൃ സംഗമവും പ്രദർശനവും കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ഇന്ന് രാവിലെ മലപ്പുറം ടൌൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യും. JSSന്റെ കീഴിൽ പരിശീലനം പൂർത്തീകരിച്ച 1800 ഗുണഭോക്താക്കൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അദ്ദേഹം നിർവഹിക്കും. പിന്നാക്ക വിഭാഗങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് ജൻ ശിക്ഷൻ സംസ്ഥാൻ. PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് പരിപാടി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് 4 വിക്കറ്റിന്റെ ഉജ്ജ്വല ജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 258 റൺസ് എടുത്തു. 49-ാം ഓവറിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. പുറത്താകാതെ 62 റൺസ് എടുത്ത ദീപ്തി ശർമ്മയുടെ മികച്ച ബാറ്റിംഗാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ വാർഷിക സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ ആരംഭിക്കും. ഒളിമ്പിക്സിലേക്കുള്ള ക്രിക്കറ്റിന്റെ തിരിച്ചുവരവും പ്രവേശന യോഗ്യതയും സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ഒളിമ്പിക്സിലെ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾ 2028 ജൂലൈയിൽ നടക്കുമെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഇന്നലെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ടീം ഗോൾ കീപ്പർ അദിതി ചൌഹാൻ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. 2008 ഇന്ത്യയുടെ അണ്ടർ-19 ടീമിലൂടെ പ്രൊഫഷണൽ ഫുട്ബോളിൽ അരങ്ങേറിയ അദിതി 17 വർഷം ദേശീയ ടീമിന്റെ ഭാഗമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 20 വരെ മീൻ പിടിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് പല ജില്ലകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. വയനാട് മഴ ശക്തമായ സാഹചര്യത്തിൽ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചു. ക്വാറികളുടെയും സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും നിർദ്ദേശമുണ്ട്. താമരശ്ശേരി ചുരം റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ കോഴിക്കോട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കൊല്ലത്ത് 4 വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചു. ഒരു സ്കൂളിലെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരുന്നു. പാലക്കാട് മരണമടഞ്ഞ ആളുടെ മകന് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സംശയിച്ചതോടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വിവിധ ജില്ലകളിലായി ആകെ 723 പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇന്ന് കർക്കിടകം 1. രാമായണ മാസാചരണത്തിന് ഇന്ന് തുടക്കം. ക്ഷേത്രങ്ങളിലും വീടുകളിലും ആശ്രമങ്ങളിലും 1 മാസം നീളുന്ന രാമായണ പാരായണം നടക്കും. നാലമ്പല തീർത്ഥാടനവും ഇതോടൊപ്പം ആരംഭിക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന ആനയൂട്ടിൽ 60-ലേറെ ആനകൾ പങ്കെടുക്കും. ശബരിമല ക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ നടക്കും. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ CV പത്മരാജന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് പരവൂരിൽ നടക്കും. ഉച്ചയ്ക്ക് 1 മണിവരെ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. കൊല്ലം അർബൻ സഹകരണ ബാങ്കിലും DCC ഓഫീസിലും പൊതുദർശനമുണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. PM ധൻ ധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള നിർണായക ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 10 ലക്ഷം പേർക്ക് സൌജന്യമായി നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യ അമേരിക്ക ഇടക്കാല വ്യാപാര കരാറിനുള്ള ചർച്ച ശരിയായ പാതയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് 4 വിക്കറ്റിന്റെ ഉജ്ജ്വല ജയം. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.